1400 RSS പ്രതിനിധികൾ പങ്കെടുത്ത കോയമ്പത്തൂരിലെ ആ പ്രതിനിധി സമ്മേളനത്തിൽ RSSന്റെ പ്രതിനിധി സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് 500 പ്രതിനിധികളാണ് പങ്കെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ആഹ്വാനം CPIMന് മാത്രം ഉള്ള ഒരു രാഷ്ട്രീയമായ അത്തരത്തിലുള്ള ഒരു ഭീഷണി മാത്രമാണോ, അതോ മറ്റ് ആഹ്വാനങ്ങൾക്ക് മറ്റ് ചില രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ? അതും യോഗി ആദിത്യനാഥിനെ അവരോധിക്കുന്ന BJPയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഈ ഇടത് മാർക്സിസ്റ്റ് വിരുദ്ധതയ്ക്ക് പുതിയ മാനങ്ങളുണ്ടോ? ചർച്ച അതിലേക്ക് കൂടി വിന്യസിക്കാം. ശ്രീ B രാധാകൃഷ്ണ മേനോൻ, അതായത് ഒരറ്റത്ത് യോഗി ആദിത്യനാഥ് UPയിൽ ഇത്രയേറെ അംഗങ്ങൾ BJPക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാതിരുന്നിട്ട് പോലും യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കുക വഴി BJP മുമ്പോട്ട് വെക്കുന്ന ഒരു ബോധമുണ്ട്, ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയുടെ ഉള്ളടക്കത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ CPM വിരുദ്ധത, ഒപ്പം RSSന്റെ ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ 500 കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തത്, ഇതൊക്കെയും വലിയ ഭയപ്പാടോടുകൂടിയാണ് കേരളം വീക്ഷിക്കുന്നത്. അല്ല, ഇവിടെ RSS എന്നുള്ള പേര് പറഞ്ഞിട്ട് കേരളത്തിലെയും ഭാരതത്തിലെയും പൊതുസമൂഹത്തെ ഭയപ്പെടുത്താൻ ഒട്ടേറെ കാലമായി ഒരുപാട് ഏജൻസികൾ അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ സുഹൃത്ത് ഭാസുരേന്ദ്ര ബാബു RSSന്റെ ശത്രുക്കളായി സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറഞ്ഞതിന് ഒരു മറുപടി ഈ ചർച്ചയിൽ പ്രേംനാഥ് തന്നെ പറയുകയുണ്ടായി. നാഗപ്പൂരിൽ മുസ്ലിം ലീഗ് ഇതിൻ്റെ കൂട്ടുകക്ഷിയാണെന്നും മുസ്ലിങ്ങളുമായി ധാരണയാണെന്നും. അപ്പം ഇത് തമ്മിലുള്ള പൊരുത്തക്കേടിൽ നിന്ന് തന്നെ ഞാൻ ഏതാണ്ട് 10-12 വയസ്സ് പ്രായമുള്ളപ്പോൾ RSS പ്രവർത്തനവുമായി ബന്ധം ആരംഭിച്ച ഒരു സാധാരണക്കാരനാണ്. ഞാൻ മനസ്സിലാക്കിയത് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിലേക്ക് വന്നവരും വരേണ്ടവരും, ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരെയൊക്കെ വരേണ്ടവർ എന്നാണ് കണ്ടിട്ടുള്ളത്. അതല്ലാതെ ആരെയെങ്കിലും ഉന്മൂലനം ചെയ്യാനായി ആരുടെയും കയ്യിൽ വാളെടുത്ത് കൊടുക്കുന്നത് ഞാൻ പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടുമില്ല. അതേസമയം മറ്റ് ചില പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പ്രവർത്തിക്കുന്ന അതിൻ്റെ ആരംഭകാലം മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഞാൻ സൂചിപ്പിച്ച പോലെ തോക്കിൻ കുഴലും വിപ്ലവവും ഒക്കെ കാണാം. അപ്പോൾ അത് ആ ഒരു സിദ്ധാന്തം പ്രാവർത്തികമാക്കുന്ന അക്രമത്തിൻ്റെ പരിവേഷമുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇതിനെ ഭീകരമായി ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കേരളത്തിലെ സാഹചര്യവും ആകെയുള്ള സാഹചര്യവും രണ്ടായി കാണണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യം. കാരണം ഇവിടെ പിണറായി വിജയനെ തടയുന്ന വിഷയം കേരളത്തിനെ മാത്രം പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ അക്രമത്തിൻ്റെ തുടർച്ചയായുള്ള പ്രതിഷേധമാണ്. രണ്ടാമത് പറഞ്ഞ പ്രമേയം എന്ന് പറയുന്നത് സ്വാഭാവികമായും CPMൻ്റെ ആശയപരമായി CPMനെതിരെ പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം ആശയപരമായി CPMൻ്റെ ആ പ്രവർത്തനങ്ങളിലെ കപടതയും നിഗൂഢതയും അക്രമ സ്വഭാവവുമെല്ലാം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, കാരണം കേരളത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യം അതിനെതിരെ RSSന്റെ ഭാഗത്തു നിന്ന് ചുരുക്കം ചില പ്രദേശങ്ങളിലെങ്കിലും എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമ്പോൾ ആ പ്രതികരണം RSSനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ, RSS ഭീകരതയാണ്, അക്രമകാരികളാണ് എന്നൊക്കെ വരുത്താൻ ഇന്ത്യ മഹാരാജ്യത്തുടനീളമോ ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെയോ പരിശ്രമിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നു എന്ന യാഥാർത്ഥ്യമുണ്ടല്ലോ. കാരണം കേരളത്തിൽ തിരിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ B രാധാകൃഷ്ണ മേനോൻ, അതായത് ഒരു നിഷ്പക്ഷ നിരീക്ഷണത്തിൽ താങ്കളുടെ വാദങ്ങൾ ദഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ. അതായത് CPIMന്റെ കേരളത്തിലെ അംഗബലവും RSSന്റെ അംഗബലവും നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള RSSന്റെ ആക്രമണങ്ങളിൽ എത്രയോ CPIMകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് നിങ്ങൾ ഒരു ഭീഷണിയായി അല്ലെങ്കിൽ ഉയർത്തുന്ന വാദങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്നില്ല? ഒന്ന്, താങ്കൾ പറയുന്ന ഈ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിൽ പിണറായി വിജയനെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, താങ്കളൊരു മലയാളിയാണ്, മലയാളിയുടെ മുഖ്യമന്ത്രി പുറത്തെത്തുമ്പോൾ തടയുന്നു. അങ്ങനെ തടയുന്നത് എന്തുതരം ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്? കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് കേരളത്തിൽ നിന്ന് പോലും നേതാക്കന്മാർ വലിയ വായിൽ പറയുന്നത്. കുന്ദൻ ചന്ദ്രാവത്തിനെ പോലെയുള്ളവർ ഭീഷണിപ്പെടുത്തുന്നു, തല കൊയ്ത് കൊണ്ടുവന്നാൽ ഇത്ര കോടി തരാം, ഇനാം പ്രഖ്യാപിക്കുന്നു.
ഈ രീതിയിലുള്ളത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? ഒപ്പം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ യെച്ചൂരിക്ക് പങ്കെടുക്കാൻ വിലക്ക് നൽകിയത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? അതുകൂടി താങ്കളുടെ പ്രതികരണത്തിൽ ഒന്ന് ആഡ് ചെയ്യൂ. അല്ല, CPM-ന്റെ അക്രമ സ്വഭാവത്തെ സമൂഹത്തിൽ ബോധ്യം വരുത്താനുള്ള പരിശ്രമം ജനാധിപത്യപരമായി നിർവഹിക്കാനുള്ള അവകാശം ഒരു ഭാഗത്ത് നിർവഹിക്കുന്നു. അതേസമയം കേരളത്തിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. RSSന്റെ പ്രതികരണത്തിൽ CPM-ന്റെ പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ സിദ്ദീഖിനെ കാലുകുത്താൻ അനുവദിക്കാത്ത, കണ്ണൂരിലെ കോൺഗ്രസ്സുകാരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത, ME രാഘവൻ്റെ സ്ഥാപനത്തിലെ പാമ്പിനെയും പഴുതാരയെയും വരെ തീയിട്ട് കൊന്ന ആ കമ്മ്യൂണിസത്തിൻ്റെ ഭീകര സ്വഭാവത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ RSSന് ചില കാര്യങ്ങളിലെങ്കിലും പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം, ആ സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുടനീളം RSSനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ ഈ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലെത്തിക്കാനുള്ള ബാധ്യത RSSനില്ലേ? കാരണം ഇവിടെ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു എന്ന ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു? കാരണം ഈ RSS അല്ലെങ്കിൽ BJP ഒരിക്കലും ആരെയും ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല, പരിശ്രമിക്കുന്ന പ്രസ്ഥാനമല്ല, അത് അജണ്ടയുമല്ല. അങ്ങനെയല്ലാത്ത സാഹചര്യത്തിൽ പോലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുടെ ഭാഗം തന്നെയാണ് ഈ നടത്തുന്ന പ്രചരണങ്ങൾ. ഏതായാലും ഇന്ത്യ മഹാരാജ്യത്ത് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ ഇങ്ങനെ പറയരുത്. കോൺഗ്രസിനെ കൂടി താങ്കൾ ചേർത്ത് പറയുമ്പോൾ ഒരുപക്ഷെ കോലീബി സഖ്യം എന്ന പ്രേംനാഥിന്റെ വാദങ്ങൾക്ക് മൂർച്ച കൂടും. പ്രേംനാഥ് എന്തൊക്കെ കുറിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു, അത് പറയാനാകും. അതുകൊണ്ട് അതിലേക്ക് ശ്രീ ബാസുരേന്ദ്ര ബാബുവിലേക്ക് എത്താം. അതായത് RSSന്റെ ഈ സമ്മേളനത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തത് പശു സംരക്ഷണം, ഗോ സംരക്ഷണം, ഗോമൂത്രത്തിൻ്റെ മെഡിസിനൽ വാല്യൂവിൻ്റെ പ്രചരണം, സംസ്കൃത പഠനം, RSS ഗ്രാമവികസനം, ഈ സങ്കല്പങ്ങൾക്കൊപ്പമാണ് CPIM വിരുദ്ധത. ആ നീക്കം, ആ പ്രതിഷേധം, ഇതുവരെ നടന്ന പ്രതിഷേധങ്ങളെ അവലോകനം ചെയ്യൽ. ഒരുപക്ഷെ 500 പ്രതിനിധികൾ കേരളത്തിൽ നിന്നും പങ്കെടുത്തു. അത് CPM മാത്രം എതിർക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ ആഹ്വാനമാണോ, അതോ അതിന് മറ്റു മാനങ്ങളുണ്ടോ? യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ, പ്രതിനിധികളെ കൊണ്ട് ഏറ്റവും വലിയ സംസ്ഥാനമായ UPയുടെ അധികാര പദത്തിൽ എത്തിയ ഈ സാഹചര്യത്തിൽ അല്ല, അതിനകത്ത് ഞാൻ അതിലൊരു ആന്തരിക വൈരുദ്ധ്യം വീണ്ടും കൂടുകയാണ്. പിന്നെ ശ്രീ മേനോൻ സംസാരിക്കുമ്പോഴൊന്ന് പറയാതെ വയ്യ. ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത്ര വലിയൊരു പ്രസ്ഥാനത്തിന്, ഇത്ര ചെറിയൊരു പ്രദേശത്തെ ചെറിയ പ്രസ്ഥാനത്തിനോട് ഇത്ര കടുത്ത ബുദ്ധിമുട്ട് തോന്നുകയും അതിനുവേണ്ടി അഖിലേന്ത്യാ നിലവാരത്തിൽ പ്രതിരോധം സംഘടിപ്പിക്കാൻ നിർബന്ധിതമാകുകയും ചെയ്യുന്ന സാഹചര്യം താങ്കൾ എത്ര വിശദീകരിച്ചിട്ടും വിശദീകരിക്കപ്പെടുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പ്രത്യയശാസ്ത്രപരമാണ് മേനോൻ, അല്ലാതെ ചെറുതോ വലുതോ എന്നതല്ല. നിങ്ങൾ വളരെ ചെറിയ പ്രസ്ഥാനമായിരിക്കുമ്പോഴും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളുടെ പ്രത്യയശാസ്ത്ര വിരോധികളായി കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളെ എങ്ങനെ കാണുന്നുണ്ട്, അതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്കന്ന് കോൺഗ്രസ് പ്രബല ശക്തിയായിരുന്നു ഇന്ത്യയിൽ. ഇപ്പോഴും നോക്കുക, രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ്സുകാർ വേണ്ട വേണ്ട എന്ന് പറയുന്ന കാര്യത്തിൽ മത്സരിക്കുകയാണ് ഷഫീർ. ക്ഷമിക്കുക, കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിച്ചു പോയ MLA-മാർ ഓരോ ദിവസം കഴിയുമ്പോഴും രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാർട്ടിയിൽ ഇല്ല, ജയിച്ചവരാണ് പറയുന്നത്, തോറ്റവരല്ല. ആ അർത്ഥത്തിൽ സഹിക്കുന്നില്ല ഈ മനുഷ്യനെ അവർക്ക്. അതുമാത്രമല്ല, ഇപ്പം ഡിമോണിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വന്നിരുന്നല്ലോ, അതിനെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വലിയ ഈ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തയ്യാറായില്ലല്ലോ. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കണം, ഷഫീർ പറഞ്ഞത് അധിക സമയം ഞാൻ ഈ ചർച്ചയിൽ ഉണ്ടാവില്ല. അതിനകത്ത് UAPA കുറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായും ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് UAPA കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. UAPA എന്നത് ആരുടെ മേലും നടപ്പാക്കാൻ താല്പര്യമില്ല സർക്കാരിന്. അതുകൊണ്ടും തീർന്നില്ല, NIA പോലുള്ള ആൾക്കാർ എടുക്കുന്ന കേസുകളിൽ രാജ്യദ്രോഹ പ്രശ്നങ്ങൾ നിൽക്കുന്നെങ്കിൽ NIA നിയന്ത്രിക്കാനുള്ള കഴിവൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ല. ആ അർത്ഥത്തിലുള്ള UAPA അല്ലാതെ ബാക്കി UAPA എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് തുറന്നു പറഞ്ഞ സർക്കാരിനെയാണ് UAPA വെച്ച് ഷഫീർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഹിന്ദു നേതാവായ നമ്മുടെ ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് തൊഗാഡിയ ഉണ്ടായിരുന്നല്ലോ. തൊഗാഡിയുടെ കേസ് പിൻവലിച്ചു കൊടുത്തത് പ്രേംനാഥിനും അറിയാമല്ലോ. ആരാണ് കേസ് പിൻവലിച്ചു കൊടുത്തത് ഷഫീർ?
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തീർച്ചയായും. അപ്പോഴാണ് കാലമായി നിങ്ങൾ പ്രചരിപ്പിക്കല. അല്ലല്ല, നടന്നിട്ടില്ല. അത് പോട്ടെ, അങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ വലിയ അബദ്ധത്തിൽ നിന്നാണ് CPM പോലെയുള്ള ആളുകൾ പ്രധാന പ്രതിയോഗിയായി വന്നത്, പിന്നെ RSSന്റെ മുന്നിൽ. കാരണം ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ നേതാവിനെ ഭയപ്പെടേണ്ടതില്ല എന്ന നിലയ്ക്ക് നിലംപരിശാക്കുകയും ഒരു കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് ഒരു പഞ്ചാബ് ഒരു താലത്തിൽ വെച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ട് എന്നേക്കുമായി നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പം ഞാൻ അതിന് മുൻനിർത്തുന്നത് AK ആന്റണിയുടെ പ്രയോഗം തന്നെയാണ്. ഇനി കേരളമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ അവർക്ക് ബാലികേറ മല പോലെ നിൽക്കുന്ന പ്രത്യയശാസ്ത്ര രംഗത്ത് ഈ കൊച്ചു കേരളത്തെ തകർത്തുകൊണ്ട് ഒരു അഖിലേന്ത്യാ യാത്ര നടത്തുമ്പോൾ മെജോറിറ്റി എന്ന് പറയുന്ന നാഷണലിസം, ഭൂരിപക്ഷ ദേശീയതയെ ഇന്ത്യയിൽ മുഴുവൻ അടിച്ചേൽപ്പിക്കാൻ പറ്റും. സത്യത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ അജിംഷാദ് നമുക്കുണ്ടായിരുന്നൊരു കോൺട്രാക്റ്റ് ഒരു കോൺട്രാക്ച്വൽ നാഷണലിസം ആയിരുന്നു, ഒരു ഉടമ്പടി നാഷണലിസം. അതുകൊണ്ടാണ് ഓരോ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനത്തെയും അംഗീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാക്കിയാൽ മതി എന്ന് ഗാന്ധിജി വരെ പറഞ്ഞത്. ഓരോ ഭാഷയിലുള്ള ഓരോ സംസ്ഥാനങ്ങളുടെയും സംസ്കാരത്തെ, അതിൻ്റെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺട്രാക്ച്വൽ നാഷണലിസം, അതായിരുന്നു ഇൻഡിപെൻഡൻസിൽ നാം ഉയർത്തിപ്പിടിച്ചത്. എങ്കിൽ ഇപ്പോൾ RSS പറയുന്നത് മെജോറിറ്റി നാഷണലിസം. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അധികാരം പൂർണ്ണമാവുകയും കേരളം കൂടി വീണു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഭരിക്കുന്ന ഒരു പാകിസ്ഥാനായി ഇന്ത്യ മാറും. അതിനെ എതിർക്കുന്ന ഏക കക്ഷി ഞാനടക്കം പിന്തുണയ്ക്കുന്ന കക്ഷിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് മിസ്റ്റർ മേനോൻ. തീർച്ചയായും അതാണ് യഥാർത്ഥ തീർച്ചയായും ആ അവസരം വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ശ്രീ ഷഫീർ, അങ്ങനെ ഭാസുരേന്ദ്ര ബാബുവിന് അഭിമാനിക്കാനാകുമ്പോൾ ഷഫീറിന് അഭിമാനിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രേംനാഥ് അല്ല, സാക്ഷാൽ AK ആന്റണിയാണ്, അറക്കൽ കുര്യൻ മകൻ AK ആന്റണിയാണ് പറഞ്ഞത് പകൽ കോൺഗ്രസും രാത്രിയിൽ RSSന്റെ കുപ്പായവും ഇടരുത് എന്ന്. ഒരു പക്ഷേ അത് തന്നെയാണ് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വവാദത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയും. ചുരുക്കി പറയൂ, സമയം എനിക്ക് പറയാൻ അവസരം തരണമല്ലോ. ഒന്ന്, ബഹുമാനായ ശ്രീ ഫാസിലാങ്ക് സാറ് വളരെ താത്വികമായി വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞതിൻ്റെ കണ്ടന്റ് ഇതാണ്: കോൺഗ്രസ് തകരുന്നു, അവിടെ CPM ബദലായി വരുന്നു, RSSലേക്ക് കോൺഗ്രസ്സുകാർ ഒഴുകി പോകുന്നു. അതവിടെ നിൽക്കട്ടെ സാറേ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിലയിരുത്തലിൽ ഞാൻ മനസ്സിലാക്കുന്നത് സഖാവ് EMSന്റെ കാലഘട്ടത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാവാം ശ്രീ എൻ്റെ പ്രിയപ്പെട്ട സാർ പറഞ്ഞത് കോൺഗ്രസിനെ തകർക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടുമെന്ന് പറഞ്ഞുകൊണ്ട് 1989 ശ്രീ VP സിംഗുമായിട്ടും അദ്വാനിയുമായിട്ടും വേദി പങ്കിട്ട സഖാവ് EMSന്റെ കാലഘട്ടത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാവും അദ്ദേഹത്തിന് ആ പനി ഇതുവരെ മാറിയിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സാർ എന്താ ഈ കാര്യങ്ങൾ വിലയിരുത്താത്തത്? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങളിവിടെ ചെറിയ പാർട്ടിയാണ്, ഞങ്ങളിവിടെ ലോലിച്ചു വന്ന പാർട്ടിയാണ്. അവിടെ ബീഹാറിൽ ലാലുവും നിതീഷും തമ്മിൽ നേർക്കുനേർ കണ്ടാൽ അപ്പോൾ വെട്ടും കുത്തുക. അവർ BJPയെ ചെറുക്കാൻ ഒന്നിച്ചു നിന്നപ്പോൾ ഞങ്ങളവിടെ ഒരുമിച്ച് വന്നു, മഹാസഖ്യമുണ്ടാക്കി. എവിടെയായിരുന്നു ഫാസിലാങ്ക് സാറേ നിങ്ങളുടെ കമ്മ്യൂണിസം? നിങ്ങളിവിടെ 34 സീറ്റുകളിൽ വോട്ടുകൾ വിഭജിച്ചു കൊടുത്ത് BJPയെ സഹായിക്കുമായിരുന്നില്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചില്ലേ? നിങ്ങൾ UP യിൽ നിങ്ങൾക്കറിയോ, എൻ്റെ കണക്കുണ്ട്, 1980കളിൽ ഏകദേശം 60 സീറ്റുകൾ ഉണ്ടായിരുന്നു. കാൺപൂരിലേക്ക് പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി UP യിൽ. അല്ല, ഞാൻ പറയാൻ അനുവദിക്കണം, ഒരു ചർച്ചയല്ലേ. അപ്പൊ അതിനകത്ത് UP യിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെടുത്ത സമീപനം എന്താ? നിങ്ങൾക്ക് UP യിൽ നിങ്ങൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടി BJPയെ ചെറുക്കാൻ ഒരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിലൊരു ഭാഗഭാക്കാക്കാതെ എത്ര വോട്ടെന്നുള്ളതല്ല, അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് BJPയെ സഹായിച്ച നിലപാട് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത എന്താ? പിന്നെ അതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ, ബഹുമാനായ ശ്രീ പ്രകാശ് കാരാട്ട് തിരുവനന്തപുരം സമ്മേളനത്തിൽ CPMന്റെ പ്രമേയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, BJP ഒരു പ്രകോപനകരമായ സംഘടനയാണെങ്കിലും ഫാസിസ്റ്റ് ശൈലിയിലല്ല, ഫാസിസ്റ്റ് പാർട്ടിയല്ല എന്ന് പ്രകാശ് കാരാട്ട് പറയുകയും സീതാറാം യെച്ചൂരി സഖാവ് തിരുത്തുകയും ചെയ്ത രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഫാസിലാങ്ക് സാർ എന്ത് പറയാനുണ്ട് നിങ്ങൾക്കറിയോ? AK ആന്റണി പറഞ്ഞതിന് മറുപടി അല്ല ഷഫീർ. സമയം പോകുന്നു. ഒപ്പം VP സിംഗിനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയുധമായി പിന്തുണ ചർച്ച ചുരുക്കാൻ സമയമായതുകൊണ്ട് മാത്രം ബംഗാളും കേരളവും പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആണോ RSSന്റേത്? അതോ ഈ 500 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ തുടർന്നുള്ള രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ? ശ്രീ പ്രേംനാഥ്, വളരെ ചുരുക്കി, സമയപരിമിതി കൊണ്ട് പ്ലീസ്.
ഇവിടെ ഒറ്റക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വസ്തുതയ്ക്ക് മറുപടി പറയാം. നാഗപ്പൂരിൽ മുസ്ലിങ്ങളും RSSും ചേർന്നല്ല ഭരിക്കുന്നത്, മുസ്ലിം ലീഗും RSSും ചേർന്നാണ്. മുസ്ലിങ്ങളല്ല മുസ്ലിം ലീഗ്. അധികാരത്തിന്റെ അരമനകളിൽ അടക്കിപ്പിടിച്ച് അപ്പകഷ്ടങ്ങൾ പങ്കുവെക്കാനുള്ള സംസാര ശകലങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വചനങ്ങളെക്കാൾ പവിത്രതയും പ്രാധാന്യവും കൽപ്പിക്കുന്ന പാർട്ടിയാണെന്ന് പതിറ്റാണ്ടുകളായി തെളിയിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗും RSSുമായിട്ടാണ് നാഗപ്പൂരിൽ സഖ്യം, മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിട്ടല്ല. രണ്ടാമത്തെ കാര്യം, നാം വിശ്വസിക്കുന്ന സകലതിനെയും എതിർക്കുന്നവർ, അമ്പലം പൊളിക്കുന്നവർ, വിഗ്രഹം തകർക്കുന്നവർ, പശുവിനെ കൊല്ലുന്നവർ, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നവർ എന്ന് വിചാരധാരയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയ വിഭാഗമാണ് RSSനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളിൽ 3 മന്ത്രിമാർ വാജ്പേയിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. മുഷ്താഖ് അബ്ബാസ് അലി നഖ്വി, മുഹമ്മദ് സിക്കന്ദർ ബക്ത്, സയ്യിദ് ഷാനവാസ് ഹുസൈൻ. ഇപ്പോഴത്തെ BJP നേതാവ് RSSകാരനായ മോഡിജിയുടെ മന്ത്രിസഭയിൽ 2 മുസ്ലിം മന്ത്രിമാരുണ്ട്. നേരത്തെ നജ്മ ഹെപ്തുള്ള ഉണ്ടായിരുന്നു, സയ്യിദ് ഷാനവാസ് ഹുസൈൻ, മുഷ്താഖ് അബ്ബാസ് അലി നഖ്വി ഉണ്ടായിരുന്നു. ഇപ്പം നജ്മ ഹെപ്തുള്ളയെ ഗവർണറാക്കി മാറ്റി, പകരം MJ അക്ബറെ ചേർത്തു. ഞാൻ പറഞ്ഞു വന്നത്, അധികാര രാഷ്ട്രീയത്തിന്റെ സുഖശീതളിമയിൽ തലയണ വെച്ചുറങ്ങാൻ തരാതരം പോലെ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കാണിക്കുന്ന പാരമ്പര്യത്തിന്റെ പടുകുഴിയിലാണ് RSS, BJPയുടെ ഭരണ രാഷ്ട്രീയ നിലപാടുകൾ. എന്നാൽ അത് കാതലും കാമ്പും പരിശോധിക്കുമ്പോൾ തീർച്ചയായും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആശയ തെളിമയോടെ സവർണാധിപത്യത്തിന്റെ പുരപ്പുറത്ത് കയറി കണ്ണു ചുവപ്പിക്കുകയും മസിൽ പെരിപ്പിക്കുകയും ചെയ്യുന്ന സവർണ ഫാസിസ്റ്റ് പാർട്ടിയാണ്. ഇസ്ലാമിക വിരുദ്ധമാണ്, മതനിരപേക്ഷ വിരുദ്ധമാണ്, ജനാധിപത്യത്തിന്റെ ശിരസറുക്കുന്നതാണ്, ശരിയുടെ നെഞ്ചു തകർക്കുന്നതാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. തീർച്ചയായും കമ്മ്യൂണലിസം എതിർക്കുന്നത് യാദർച്ഛികമല്ല. അങ്ങനെ തന്നെയാണ് യോഗി ആദിത്യനാഥ് മുതൽ പിണറായിക്കെതിരെയുള്ള പ്രതിഷേധം വരെ കൂട്ടിവായിക്കേണ്ടത്. RSSന്റെ പ്രതിനിധി സമ്മേളനവും അത് അടിവരയിടുന്നു. അത് തന്നെയാണോ ചർച്ചയിലേക്ക് രൂപപ്പെടേണ്ടത്? ഒരുപക്ഷെ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. KS ചിത്രയ്ക്കും SP ബാലസുബ്രഹ്മണ്യനുമെതിരെ ഇളയരാജയുടെ വക്കീൽ നോട്ടീസ്. താൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ അനുവാദം കൂടാതെ വിവിധ വേദികളിൽ ആലപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചിത്രയ്ക്കും SP ബാലസുബ്രഹ്മണ്യത്തിനുമെതിരെ ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്. SPB തന്നെയാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. പകർപ്പവകാശത്തെക്കുറിച്ച് അധിക ബോധവാനായിരുന്നില്ലെന്നും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നും SPB പറഞ്ഞു. അതിനാൽ ഇനി വരുന്ന സംഗീത സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിക്കാൻ നിയമ തടസ്സങ്ങളുണ്ട് എന്നുമാണ് SP ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്.